إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 103-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഅതസിമൂ ബിഹബിലില്ലാഹ്, അല്ലാഹുവിന്റെ കയറിനെ, അതായത് പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ജമീഅൻ, നിങ്ങൾ ഒരുമിച്ചുകൊണ്ട്, നിങ്ങൾ ഒരുമയോടുകൂടി അല്ലാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീനിന്റെ ആ എല്ലാ അധ്യാപനങ്ങളെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ഫലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. വദുകുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുകയും ചെയ്യണം. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് മുസ്ലിമീങ്ങളാകുന്നതിന് മുമ്പ് നിങ്ങൾ മുശ്രിക്കീങ്ങളായിരുന്ന സന്ദർഭത്തിൽ പരസ്പരം ശത്രുക്കളായി പരസ്പരം പോരടിച്ചവരായിരുന്നുവല്ലോ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅല്ലഫ, അങ്ങനെ ഇണക്കമുണ്ടാക്കി എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ ഇണക്കമുണ്ടാക്കിയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. ഫഅസ്ബഹതും ബിനിഅമതി, അങ്ങനെ അല്ലാഹുവിന്റെ അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളായി തീർന്നു. ഇഖ്വാനൻ, പരസ്പരം നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. ആദർശ ബന്ധുക്കളായി മാറി, സഹോദരങ്ങളായി മാറിയില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വകുന്തും, നിങ്ങളായിരുന്നു അലാ ശഫൻ, നിങ്ങൾ വക്കിലായിരുന്നു. ഓഫറത്തിൻ, ഒരു കുണ്ടിന്റെ വക്കിലായിരുന്നു, കുഴിയുടെ വക്കിലായിരുന്നു. ഏതാണ് ആ കുഴി? മിനന്നാർ, നരകക്കുഴിയുടെ വക്കിലായിരുന്നുവല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാശത്തിന്റെ വക്കിലായിരുന്നു, ശിർക്കിന്റെയും കുഫറിന്റെയും വക്കിലായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ഫഅൻകദകും മിൻഹാ, അങ്ങനെ അതിൽ നിന്നും, ആ ഭയാനകമായ ആ നരകക്കുണ്ടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക, അപ്രകാരമാണ് യുബയ്യിനുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. ലക്കും ആയാതി, നിങ്ങൾക്ക് ആയാതി, അവന്റെ ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളായി മാറിയേക്കാമല്ലോ എന്നാണ്. നിങ്ങൾ സന്മാർഗത്തിലാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്യക്തമായി അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു തരികയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.